അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയ ഉസ്താദുമാരെ, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന കമ്മിറ്റി മാനേജ്മെൻറ്റ് ഭാരവാഹികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, പ്രിയ നാട്ടുകാരെ, ഇന്ന് നാം ഇവിടെ ചേർന്നിരിക്കുന്നത്, ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു ഔപചാരിക മീറ്റിങ്ങിന് മാത്രമല്ല, നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ളതായ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കാനും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും, നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് സംരക്ഷിക്കുവിൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ നിങ്ങൾ നരകാഗ്നിയിൽ നിന്നും സംരക്ഷിക്കുവിൻ. ഇതൊരു നിർദ്ദേശം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ പഠനവും സ്വഭാവവും ഈമാനും സംരക്ഷിക്കുക എന്നതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാതാപിതാവ് മക്കൾക്ക് നൽകുന്നതായ ഏറ്റവും നല്ല സമ്മാനം നല്ല പെരുമാറ്റമാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു കുട്ടിയുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് വെച്ചാൽ അത് അവൻ്റെ സ്വഭാവവും ശീലവുമാണ് എന്നുള്ളതാണ്. അതാണ് അവനെ ഈ ലോകത്തും പരലോകത്തും ഉയർത്തുക. നമ്മുടെ കുട്ടിയുടെ വളർച്ചയ്ക്ക് 3 പിന്തുണകളാണ് വേണ്ടത്. അത്യാവശ്യമായിട്ട് 3 പിന്തുണകൾ വേണം. 1, മദ്രസയിലെ അധ്യാപകൻ്റെ പിന്തുണ വേണം. 2, വീട്ടിലെ രക്ഷിതാവിൻ്റെ പിന്തുണയാണ്. 3-ാമതായിട്ട് വേണ്ടതായ പിന്തുണ നമ്മുടെ കുട്ടികളുടെ പരിശ്രമമാണ്. ഇത് രണ്ടും നമ്മൾ ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ളതായ പരിശ്രമം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ ഒന്നിച്ചാൽ മാത്രമേ ഫലം ഉണ്ടാകൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒന്നുപോലും നഷ്ടപ്പെട്ടാൽ നമ്മുടെ കുട്ടിയുടെ പഠനവും പെരുമാറ്റവും അതിലൂടെ നഷ്ടപ്പെടും. നമ്മുടെ കുട്ടിയുടെ പഠനത്തിനും പെരുമാറ്റത്തിനും അത് ബാധിക്കുമെന്നുള്ളതാണ്. ലോകപ്രശസ്തനായിട്ടുള്ളതായ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, നെൽസൺ മണ്ടേല. അദ്ദേഹം പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ദി മോസ്റ്റ് പവർഫുൾ വെപ്പൺ ടു ചേഞ്ച് ദി വേൾഡ്. വിദ്യാഭ്യാസം ഒരു കുട്ടിയുടെ ജീവിതം മാറ്റുന്നതായ ശക്തമായ ആയുധമാണ് എന്നാണ്. അവനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതും വിദ്യാഭ്യാസമാണ്, പഠനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീട്ടിൽ രക്ഷിതാക്കൾ നിർബന്ധമായും ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട്. 10-15 അതല്ലെങ്കിൽ 15-20 മിനിറ്റ് നമ്മുടെ മക്കൾ മദ്രസ പഠനം ആവർത്തിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കുക. ക്ലാസ് സമയത്ത് കൃത്യം എത്തിക്കാൻ ശ്രമിക്കുക. ഖുർആൻ്റെ ചെറിയൊരു ഭാഗമെങ്കിലും ഒന്ന് കേൾപ്പിക്കുക. നമ്മുടെ മക്കളെ കൂടെ ഇരുന്നിട്ട് കേൾപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരെ കൊണ്ട് ഓതിപ്പിച്ച് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യുക. ഹോംവർക്കുകളൊക്കെ ഉണ്ട് എന്ന് രക്ഷിതാക്കൾ പ്രത്യേകം പരിശോധിക്കുക. ഇതെല്ലാം നിങ്ങൾക്കൊരു ചെറിയൊരു കാര്യങ്ങളാണ് എന്ന് തോന്നാം. ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണ് എന്നൊക്കെ തോന്നാം. പക്ഷേ ഇതെല്ലാം നമ്മുടെ കുട്ടിയുടെ ഭാവി ഇതിലൂടെയാണ് രൂപപ്പെടുന്നത്. ഈ ഒരു മൈന്യൂട്ടായിട്ടുള്ളതായ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ മക്കളുടെ ഭാവി രൂപപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ കാണുന്നത് അവർ കാണുന്നത് തന്നെയാണ് അവർ ആകുന്നതും. അവരെന്താണോ കാണുന്നത് അതിലൂടെയായിരിക്കും അവരുടെ ജീവിതം ഉണ്ടായിത്തീരുന്നത്. അതായത് കുട്ടിയോട് നാം പറയുന്നതല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും, പക്ഷേ അതിലല്ല, കുട്ടി നമ്മിൽ നിന്നും കാണുന്നതാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. അതായത് നമ്മൾ
നിസ്കരിക്കുക. നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടിയും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. നമ്മൾ നിസ്കരിച്ചിട്ടില്ല വെച്ചെങ്കിൽ നമ്മുടെ മക്കളും നിസ്കരിക്കില്ല. നമ്മൾ വിനയം കാണിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടിയും വിനയാനിതനാകുന്നത്. നമുക്ക് വിനയമില്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കും വിനയം ഉണ്ടാവില്ല. നമ്മൾ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടിയും നിയന്ത്രണം പഠിക്കുന്നത്. നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കുട്ടിയും നിയന്ത്രിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? കുടുംബമാണ്, ആ കുട്ടിയുടെ കുടുംബമാണ് നമ്മുടെ മക്കളുടെ ആദ്യ മദ്രസ എന്നുള്ളതാണ്. ഒരു മദ്രസയുടെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളതായ ഖുർആൻ പാരായണം, അതുപോലെ നല്ല ശീലങ്ങൾ, ഇസ്ലാമിക ബോധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശീലങ്ങൾ, ആത്മീയ വളർച്ച, മികവ് മാത്രമല്ല മനുഷ്യനാകാനും മുസ്ലിമാകാനും പഠിപ്പിക്കുകയാണ് നമ്മൾ ഇവിടെ മദ്രസയിൽ നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റസൂൽ പറയുന്നുണ്ട്, അക്രിമു ഔലാദക്കും വ അഹ്സിനു അദബഹും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആദരിക്കണം എന്നാണ് പറഞ്ഞത്, ബഹുമാനിക്കണം. അള്ളാഹു അലഖദ് കറമന ബനി ആദം, അള്ളാഹു എല്ലാവരെയും ആദരിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ സൃഷ്ടികളാണ് മനുഷ്യർ. ആ മനുഷ്യരെ പോലും അള്ളാഹു ആദരിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ പരസ്പരം ആദരവ് വേണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ആദരവ് വേണം. മക്കളെ ഉപ്പാക്ക് ആദരവ് വേണം. ആ ആദരവ് നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹം തന്നെയാണത്, അത് കൊടുക്കുമ്പോൾ ആ സ്നേഹം തിരിച്ചു കിട്ടും. പലതരത്തിലുള്ള രക്ഷിതാക്കളാണ്. ചില രക്ഷിതാക്കൾ മക്കൾക്ക് പേടിപ്പെടുത്തുകയാണ് ചെയ്യുക. മക്കളോടൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിക്കുക. അങ്ങനെയുള്ള രക്ഷിതാക്കൾക്ക് ഒരിക്കലും സ്നേഹം തിരിച്ചു കിട്ടില്ല. ചില രക്ഷിതാക്കൾ മക്കളെ ധാരാളം അങ്ങോട്ട് സ്നേഹിക്കും. എങ്ങനെയാണ് സ്നേഹിക്കുക? ആ മക്കൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഈ വാപ്പ ചെയ്തു കൊടുത്താതിരുന്നിട്ടുണ്ടാവില്ല. എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. മക്കൾ എന്തിനൊക്കെയാണോ കരയണത് അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ആ മക്കൾ ആവശ്യപ്പെടുന്നതൊക്കെ അവിടെ നിർവഹിച്ചിട്ടുണ്ടാവും. നമ്മൾ പറയും നല്ല വാപ്പ എന്ന് പറയും. അയാൾ നല്ല വാപ്പ അല്ല, അയാൾ ആ മക്കളെ കേടുവരുത്താണ് ചെയ്യണത്. ആ മക്കൾ ഇനി പല അവസ്ഥകളിലേക്കും ജീവിക്കേണ്ട ആളുകളാണ്. ചിലതൊന്നും കിട്ടൂല എന്നും അവരെ പഠിപ്പിക്കണം. ചിലതൊന്നും കിട്ടൂല, ആഗ്രഹിച്ചതൊന്നും ചിലത് കിട്ടൂല എന്നും മക്കളെ പഠിപ്പിക്കേണ്ടത് ഈ വാപ്പയാണ്. കാരണം ഈ വാപ്പ എല്ലാ കാലത്തും ഉണ്ടാവില്ല ഈ മക്കളുടെ കൂടെ. ആ വാപ്പ ഇല്ലാത്തൊരു കാലത്തും വളരേണ്ടവരാണ് ഈ മക്കൾ. അനുകൂലവും പ്രതികൂലവുമായ കാലാവസ്ഥകളിൽ ജീവിക്കേണ്ട ആളുകളാണ് ഈ മക്കൾ. അങ്ങനെ പ്രതികൂലമായ കാലത്തും ജീവിക്കാൻ ഈ മക്കളെ പഠിപ്പിക്കേണ്ടത് ഈ വാപ്പയായിരുന്നു. പക്ഷേ ഈ വാപ്പ അങ്ങനെ പഠിപ്പിച്ചില്ല. അയാൾ ആവശ്യം പറഞ്ഞൊക്കെ ചെയ്തു കൊടുക്കുകയും വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ മക്കളെ കീടിരുത്താണ് ചെയ്യുന്നത്. മൂന്നാമത്തെ തരത്തിലുള്ളൊരു വാപ്പമാരും ഉമ്മമാരും ഉണ്ട്. അതെന്താണ്? അത് ശിക്ഷണമാണ്. ശിക്ഷണം, അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. മക്കൾക്ക് നമ്മൾ ശിക്ഷണമാണ് കൊടുക്കേണ്ടത്, ഉപദേശമല്ല. മക്കളുടെ ഹീറോ എന്ന് പറയുന്നത് വാപ്പയും ഉമ്മയുമാണ്. അതല്ലാതെ ടി വിയിൽ കാണുന്ന ആളുകളാകരുത്. ആ മക്കൾക്ക് ഹീറോ ആയിട്ട് ഈ വാപ്പയും ഉമ്മയും മാറുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ശിക്ഷണമായി തീരുന്നത് എന്നർത്ഥം. കുറച്ച് മുമ്പ് വിദേശത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ വാഹനത്തിൽ പോകുകയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരെന്തോ ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി. ആ സമയത്ത് ഡ്രൈവർ ഒരു ടാക്സിയാണ്, പരിചയമില്ലാത്ത ഡ്രൈവറാണ്. അപ്പോൾ ഇയാൾ ആ സമൂസ അങ്ങനെ എന്തോ ഒരു സാധനം ഈ ഡ്രൈവർക്ക് കൊടുത്തു. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ സംസാരം കൂടുതലുള്ള കുട്ടിയാണ്. ഈ കുട്ടി പറഞ്ഞു, വാപ്പ എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത്, എനിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ആ വാപ്പ പറഞ്ഞു, ആൾ വലിയൊരു വിദ്യാഭ്യാസമുള്ള ആളൊന്നല്ല, അയാൾ പറഞ്ഞു, മോനെ കൊടുത്താലേ ഉണ്ടാകുള്ളൂ. ഇതാണ് ശിക്ഷണം. ആ കുട്ടീൻ്റെ മനസ്സിൽ നിന്ന് അത് പോകില്ല. നമ്മൾ കൊടുക്കുന്നതേ നമ്മൾക്ക് ഉണ്ടാകുള്ളൂ മോനെ, നമ്മൾ തിന്നത് നമ്മളെ കൂടെ ഉണ്ടാകില്ല എന്ന വലിയൊരു സന്ദേശം റസൂൽ പറഞ്ഞതാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ വാപ്പ കുട്ടീനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാ സന്ദർഭത്തിലും ഒരു ഉപദേശമല്ലല്ലോ അത് ഉപദേശമല്ല, അത് ഒരു രൂപപ്പെടുത്തലാണ്. നമ്മുടെ കയ്യിലുള്ള കളിമണ്ണാണ് നമ്മുടെ കുട്ടികളെന്ന് പറയും അല്ലേ? ആ കളിമണ്ണുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? മനോഹരമായൊരു ശില്പം ഉണ്ടാക്കാം. അതാകെ എടുത്തിട്ട് വലിച്ചെറിയുകയും ചെയ്യാം, ആകെ കേടുവരുത്താം. അപ്പോൾ എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ കയ്യിലുള്ള കളിമണ്ണാണ് നമ്മുടെ കുട്ടികൾ. ആ കുട്ടികളെ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൊന്നാനിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. ഒന്ന്, അവിടെ
ഒരു സാധുവായ കുടുംബം. വാപ്പല്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മ എന്തോ ചെറിയ ജോലികളെല്ലാം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, ചെറിയ വരുമാനമാണ്. ഈ കുട്ടി പെൺകുട്ടിയാണ്. പെൺകുട്ടി ഉമ്മയോട് പറയണത്, ഉമ്മ എനിക്കൊരു ചുരിദാർ വേണം. അവളുടെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമുണ്ട്, ഒരു വലിയ വില പിടിച്ചൊരു ചുരിദാറാണ് പറയുന്നത്. 2000 രൂപയുടെ ചുരിദാറാണ്. അത് വാങ്ങാൻ ഇവരെ കൊണ്ട് കഴിയില്ല. വാങ്ങാൻ കഴിയുന്നവർ അതിനെ വാങ്ങിക്കൊടുക്കണം. പക്ഷെ വാങ്ങാൻ കഴിയാത്തവരെ കൊണ്ട് അത് വാങ്ങാൻ കഴിയില്ലല്ലോ. ഈ ഉമ്മ പറഞ്ഞു, മോളെ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടി നിർബന്ധിക്കുകയാണ് ഉമ്മയെ. അങ്ങനെ ആ ഉമ്മ ചെറിയ 500 രൂപയുടെയോ 900 രൂപയുടെയോ ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്തു. പക്ഷെ ആ കുട്ടി പിന്നെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ കുട്ടി ഉണ്ടായ സംഭവമാണ്, നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. ആ കുട്ടി ചെയ്യുന്നത്, അവളുടെ എല്ലാ വസ്ത്രങ്ങളും അവൾ ചുട്ട് എരിച്ചു. മാത്രമല്ല മണ്ണെണ്ണ ഒഴിച്ചിട്ട് അവൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. 2000 രൂപയുടെ ഒരു ചുരിദാറിന് വേണ്ടി അവളുടെ ജീവിതം തന്നെ അവൾ ഇല്ലാതാക്കി. എന്നിട്ട് നമ്മളോട് പറഞ്ഞ ആ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോന് സേലത്ത് പഠിക്കാണ്. അവന് വെക്കേഷന് നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അവന് 2 ജോഡി വസ്ത്രം എടുത്തു കൊടുത്തു. 2 പാൻസും 2 ഷർട്ടും ആണ് എടുത്തു കൊടുത്തു. അവന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉപ്പ എവിടെ നിന്നാണ് ഈ ഡ്രസ്സ് വാങ്ങിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ ആ കടയിൽ നിന്നാണ്. അവന് കൊണ്ടുപോയി എന്നാണ്. ആ ബില്ല് വാങ്ങിയിട്ട് ഒരു ഷർട്ടും ഒരു പാൻസും അവനോട് കൊണ്ടു കൊടുത്തിട്ട് ഉപ്പനോട് വന്നിട്ട് ആ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഉപ്പ എനിക്ക് കഴിഞ്ഞ വരവിനാണ് നിങ്ങളൊരു പാൻസും ഒരു ഷർട്ടും വാങ്ങി തന്നെ, ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മോന് തിരിച്ചെടുക്കുകയാണ്. ഇദ്ദേഹം ഇത് 2 തുലനപ്പെടുത്തിയിട്ടല്ല പറഞ്ഞത്. അദ്ദേഹം വേറൊരു കാര്യം പറയുമ്പോഴാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിത് തുലനപ്പെടുത്തിയിട്ടൊന്ന് നോക്കൂ. 2 കുട്ടികളാണ് അല്ലേ, 2 മക്കളാണല്ലോ, 2 രക്ഷിതാക്കളാണല്ലോ. ഈ വാപ്പ ഈ കുട്ടിയെ വളർത്തിയത് പോലല്ല ആ പെൺകുട്ടിയെ ആ ഉമ്മ വളർത്തിയത്. അതുകൊണ്ടാണ് ആ ഉമ്മയുടെ കുട്ടി കേടുവന്നു പോയത്. അപ്പോൾ ശിക്ഷണത്തിൽ എത്രയധികം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അത്രയും നമുക്ക് നല്ല ഗുണങ്ങൾ തിരിച്ചു കിട്ടും. മക്കൾക്ക് പലതും ആവശ്യമുണ്ട്. ഏറ്റവും വലിയ ആവശ്യം എന്താണ്? അംഗീകാരമാണ്. അതിനേക്കാളും വലുതല്ല മറ്റൊന്നും. അംഗീകാരം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന പ്രായമാണ് കുട്ടികളുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ കേട്ടിരിക്കും, ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കുട്ടിയുടെ കഥയുണ്ട്. ബെഞ്ചമിൻ, അമ്മ മാത്രമേ ഉള്ളൂ ബെഞ്ചമിന്. അപ്പോൾ അച്ഛനില്ല, ചെറിയൊരു കുടുംബമാണ്, ചെറിയ വരുമാനമാണ്. അപ്പോൾ ഈ അമ്മ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ചെറിയ വീട് അമ്മ ആ ചെറിയ വരുമാനം കൊണ്ടെല്ലാം പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ്. അങ്ങനെ അമ്മ ഒരു ദിവസം കടയിലേക്ക് എന്തോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ മോനോട് പറയും, മോനെ ബെഞ്ചമിനെ, നമ്മുടെ സാലിയുണ്ട് ചെറിയ കുട്ടി, അവളെ നീ നോക്കണം കേട്ടോ, ഞാനിപ്പോൾ വരാം, അവൾ അവിടെ പോയി വീഴുന്ന നോക്കണം, നീ നോക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ പോവാണ്. അങ്ങനെ കുറേ സമയം അമ്മ പോയി കഴിഞ്ഞപ്പോൾ മോന് കുറേ നേരം കുട്ടിയെ നോക്കിയിട്ടൊക്കെ ഇരുന്നു. പിന്നെ ഒരു കുസൃതിത്തരങ്ങൾ തുടങ്ങാൻ തുടങ്ങും. അങ്ങനെ തുടങ്ങിയ സമയത്ത് ഇവൻ എന്ത് ചെയ്യാണ്, അവിടെ കുറേ പെയിൻറ്റിൻ്റെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റിൻ്റെ പാത്രങ്ങളിലേക്ക് ഇവൻ നോക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് കുറേ ബ്രഷ് ഉണ്ട്. ഇവനെന്താ ചെയ്യുന്നത്, ആ ബ്രഷ് എടുത്തിട്ട് പെയിൻ്റ് എടുക്കാൻ തുടങ്ങി. പെയിൻറ്റിങ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ വക വേറൊരു പെയിൻറ്റിങ് ആകെ നാശാക്കി എല്ലാ ഭാഗത്തും ആകെ കുളമാക്കിയിട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇവൻ്റെ ഒരു സൂത്രം ചെയ്തിട്ടുണ്ട്. എന്താണ്? ഈ കുട്ടി ഉണ്ടല്ലോ, ഒരു ഡോള് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാലി എന്ന കുട്ടി, ആ കുട്ടിയുടേതുപോലെ ഒരു ചെറിയ ചിത്രം ആ ചുമരിലിങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. അമ്മ കുറേ കഴിഞ്ഞപ്പോൾ കടയിൽ നിന്ന് വന്നു. അമ്മ കാണുന്നത് ഇതാണ്. അമ്മയുടെ മനസ്സിൽ ദേഷ്യം ഇങ്ങനെ ഇരച്ച് കയറുന്നുണ്ട്. കാരണം അവരൊരുപാട് ദിവസത്തെ അധ്വാനം കൊണ്ടാണ് ഇതൊക്കെ വൃത്തിയാക്കി വെച്ചത്. അപ്പോഴാണ് മോനിങ്ങനെ ചെയ്യുന്നത് കാണുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ ദേഷ്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഉരുണ്ട് കൂടുമ്പോഴും ഒരു കുട്ടിയുടെ ചിത്രം അവിടെ വരച്ചിട്ടത് ആ അമ്മ കാണുകയാണ്. അപ്പോൾ ആ അമ്മ ബെഞ്ചമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ബെഞ്ചമിൻ, ഇതാരാണ്? ഇത് സാലിയാണല്ലോ, ഇത് മോനാണോ വരച്ചത് എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ആ മോൻ്റെ ഒരുപാട് ചുംബനങ്ങൾ കൊടുത്തു എന്നാണ്. മോൻ്റെ നെറുകിൽ ഒരുപാട് ഉമ്മകൾ കൊടുത്തു എന്നാണ്. ആ കുട്ടിയാണ് പിന്നെ ബെഞ്ചമിൻ ബെസ്റ്റ് എന്ന മഹാനായ ചിത്രകാരനായി മാറിയത്. അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ കഥയിട്ട പേര് എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കി എന്നാണ്. അതാണ് ആത്മകഥയുടെ പേര്. എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കി. ഈ കുട്ടി ചിത്രകാരനാകണമെന്ന് ആഗ്രഹിച്ച കുട്ടിയായിരുന്നില്ല. എന്നാൽ ചിത്രകാരനാകണമെന്ന് ആഗ്രഹിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു ലോക ചരിത്രത്തിൽ. ആ കുട്ടി ഒരു പേജ് കണ്ടാൽ അപ്പോൾ അവിടെ ഒരു ചിത്രം വരക്കും, ഒരു ചുമര് കണ്ടാൽ ഒരു ചോക്ക് കിട്ടിയാൽ അപ്പോൾ ചിത്രം വരക്കും. അങ്ങനെ നടന്നിരുന്നൊരു കുട്ടിയാണ്. പക്ഷേ ഇവൻ്റെ അച്ഛൻ വളരെ ക്രൂരനായിരുന്നു. അതുകൊണ്ട് അവൻ ചിത്രം വരച്ചിട്ട് കണ്ടാൽ അതൊക്കെ കീറി വലിച്ചെറിയും. ചുമരിൽ ചിത്രം വരച്ചിട്ട് കഴിഞ്ഞാൽ അതൊക്കെ മായ്ച്ചു കളയും. അവന് ഇരുട്ടിനെ വലിയ പേടിയാണ് ഈ കുട്ടിക്ക്. അപ്പോൾ ഈ അച്ഛൻ എന്ത് ചെയ്യാണ്, കുട്ടിയെ പുറത്തേക്ക് ഇട്ടിട്ട് വാതിലടച്ചിട്ട് എല്ലാവരും ഉള്ളിലിരിക്കും ഈ കുട്ടിയുടെ പേടി മാറ്റാൻ.
അവന് ഇരുട്ടിനെ പേടിയാണ്, വല്ലാതെ ആർത്ത് കരയും അവൻ. ആ കരച്ചിലിലൂടെ അവൻ അച്ഛനോടുള്ള ദേഷ്യം മൂത്ത് വന്നു. അച്ഛനൊരു ജൂതനായിരുന്നു. അച്ഛൻ ജൂതനായതുകൊണ്ട് ആ ജൂതന്മാരോടുള്ള ദേഷ്യമായി അത് മാറി. ജൂതന്മാരായ ലക്ഷക്കണക്കിന് ആളുകളെ ചുട്ടുകൊന്ന അഡോൾഫ് ഹിറ്റ്ലറായി ആ കുട്ടി മാറി. അഡോൾഫ് ഹിറ്റ്ലർ മീൻ കാംഫ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ ആത്മകഥയിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്, എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എൻ്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. ബെഞ്ചമിൻ വെസ്റ്റ് പറയുന്നത് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എൻ്റെ അമ്മയാണ്. അഡോൾഫ് ഹിറ്റ്ലർ പറയുന്നത് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛനാണ്, അമ്മയാണ്, നമ്മളാണ് നമ്മുടെ കുട്ടികൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മൗലാന മുഹമ്മദ് അലിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു അധ്യായമാണ് മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലിയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ്. ഇമാം ബീവി എന്നാണ് അവരറിയപ്പെടുന്നത്, ജൗഹറ ബീവി എന്നാണ്. ഇമാം ബീവി എന്ന് എല്ലാവർക്കും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുതിർന്ന ആളുകൾക്ക് പോലും ആദരവുള്ളൊരു സ്ത്രീയായിരുന്നു അവർ. എല്ലാ ആളുകളും അവർ വിദ്യാഭ്യാസത്തിന് പോയത് കൊണ്ട് അവരെ ആക്ഷേപിച്ചപ്പോഴും അവർ വിദ്യാഭ്യാസം നേടി അക്ഷരം പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു. മക്കൾ ഒരു വലിയ യുവാക്കളായ സമയത്ത് നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെങ്ങാനും പങ്കെടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെറുപ്പത്തിൽ തന്ന മുലപ്പാൽ എനിക്ക് പൊരുത്തമില്ല എന്ന് പറഞ്ഞ ഉമ്മയാണ് ഇമാം ബീവി എന്നറിയപ്പെടുന്നത്. ഈ മക്കൾ രണ്ടുപേരും, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ജയിലിലടക്കപ്പെട്ട സമയത്ത് ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ അവർക്ക് 10 ദിവസത്തെ ജാമ്യം കിട്ടും, പുറത്തിറങ്ങാമെന്ന് അവരോട് പറഞ്ഞു. അതവരെ ഉമ്മയെ അവരറിയിച്ചപ്പോൾ ആ ഉമ്മ ജയിലിലേക്ക് വന്നു. ജയിലിൽ വന്നിട്ട് പറഞ്ഞു, ബ്രിട്ടീഷ് പട്ടാളത്തിനെങ്ങാനും നിങ്ങൾ അപേക്ഷ എഴുതി കൊടുത്താൽ നിങ്ങളെ രണ്ടുപേരെയും ഈ ഉമ്മ കൊന്നുകളയും എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. ആ ഉമ്മ എങ്ങനെയാണ് ആ കുട്ടികളെ വളർത്തിയതെന്നറിയോ? ഉപ്പാൻ്റെ ബിസിനസ് അത്ര നല്ലൊരു ബിസിനസ് ആയിരുന്നില്ല. ഉപ്പാൻ്റെ വരുമാനം നല്ല വരുമാനമല്ല എന്ന് ഉമ്മാക്കറിയാം. എന്നിട്ട് ആ ഉമ്മ ചെയ്യുന്നത് എന്താണ്? ഉമ്മയുടെ വളയും മാലയൊക്കെ ഊരി കൊടുത്തിട്ട് ഒരു ആടിനെ വാങ്ങി, ആ ആടിനെ വാങ്ങിയിട്ട് ആ ആടിൻ്റെ പാല് കൊടുത്തിട്ടാണ് മൗലാന മുഹമ്മദ് അലിയെയും ഷൗക്കത്ത് അലിയെയും വളർത്തിയതെന്നാണ്. ഹറാമിൻ്റെ ഒരു സമ്പാദ്യം കൊണ്ട് എൻ്റെ കുട്ടികളെ വളർത്തൂല എന്നായിരുന്നു ആ ഉമ്മയുടെ തീരുമാനം. ഇതായിരുന്നു ഇമാം ബീവി. ആ ഉമ്മയുടെ മക്കൾ ആ ഉമ്മ വളർത്തിയതുപോലെ ആയില്ലേ? ആയി. ഇന്നും പേരറിയപ്പെടുന്ന മഹാന്മാരായ ആളുകളായി അവർ രണ്ടുപേരും മാറി. ആരാണതിൻ്റെ പിന്നിൽ? ആ ഉമ്മയാണതിൻ്റെ പിന്നിൽ. എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര ചരിത്രങ്ങൾ. അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു യാത്രാസംഘത്തിൻ്റെ കൂടെ ഉമ്മ പറഞ്ഞേക്കാണ്. കാരണം അന്ന് വിദ്യാഭ്യാസം നേടാൻ സ്കൂളോ കോളേജോ ഒന്നുമില്ല. അപ്പോൾ ഈ യാത്രാസംഘത്തിൻ്റെ കൂടെയാണ് പറഞ്ഞു വെച്ചു, എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പഠിക്കട്ടെ. അങ്ങനെ ആ കുട്ടി തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല. ഇനി വരുമ്പോൾ ഈ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെയാണ് പോണത്. ഈ കുട്ടിയുടെ ഇവിടെ കുറച്ച് പൈസ കെട്ടിക്കൊടുത്തു എന്നാണ്. കാരണം എന്താണ്? വല്ല കൊള്ളസംഘം വന്ന് വീണാൽ കീശൊക്കെ തപ്പും, ഇവിടെ തപ്പൂല. അപ്പോൾ ഇവിടെ കെട്ടിക്കൊടുത്തു. അങ്ങനെ പോകുന്ന സമയത്ത് ആ ഉമ്മ കുട്ടിയെ ഒരുപാട് ചുംബിച്ചിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഉമ്മാക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഉമ്മ ഇനി ഒരു പക്ഷേ കുട്ടിയെ കാണുക പോലും ചെയ്യണമെന്നില്ല. ഒരു പക്ഷേ നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടണമെന്ന് പോലും ഇല്ല മകനെ. പക്ഷേ എനിക്ക് ഉമ്മാക്ക് നിന്നോടൊരു കാര്യമേ പറയാനുള്ളൂ. ഒരു കാരണവശാലും മോന് കളവ് പറയരുത്. മരിക്കേണ്ടി വന്നാലും ഒരു അസത്യം മോൻ്റെ നാവിൽ നിന്ന് വരരുത്. ഒരു കള്ളത്തിന് കൂട്ടുനിൽക്കരുത്. ഒരു അസത്യത്തിൻ്റെ പിന്നാലെ പോകരുത് എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. അങ്ങനെ ആ കുട്ടി പോയി ആ കച്ചവട സംഘത്തെ ഒരു കൊള്ളസംഘം കൊള്ളയടിച്ചു. ഓരോ ആളുകളോട് വരാൻ പറഞ്ഞാൽ എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഇല്ല ഇല്ല എന്ന് പറയും. തപ്പി നോക്കുമ്പോൾ ഉണ്ടാകും. അങ്ങനെ ഈ കുട്ടിയെ വിളിച്ചു. കുട്ടിയോട് ചോദിച്ചു എന്താണുള്ളതെന്ന് ചോദിക്കും. കുട്ടി പറയും ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ കൊള്ളസംഘത്തിൻ്റെ തലവൻ ചോദിക്കണം, എങ്ങനെയാണ് നീ പറയണത്? നിങ്ങൾക്ക് ഇല്ലയെന്ന് പറഞ്ഞുകൂടെ, നിന്നെ ഞാൻ വിടൂലേ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അസത്യം പറയാൻ പാടില്ല, നുണ പറയാൻ പാടില്ല എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കൊള്ളസംഘത്തിൻ്റെ തലവൻ ചിന്തിക്കുകയാണ്, ഈ ചെറിയ കുട്ടിക്ക് പോലും സത്യത്തോട് വലിയ കൂറുണ്ട്. ഈ കുട്ടി പോലും അസത്യത്തിന് കൂട്ടുനിൽക്കുന്നില്ല. ഞാൻ ഇത്ര കാലവും സത്യമില്ലാത്ത സമ്പാദ്യമാണ് എൻ്റെത്, കള്ള സമ്പാദ്യമാണ് എൻ്റെത്, സത്യമില്ലാത്ത ജീവിതമാണ് എന്നാലോചിച്ചിട്ട് ആളത് അപ്പണി അവിടെ നിർത്തിയിട്ട് നല്ല ആളായി മാറിയെന്നാണ്. ആ കുട്ടിയാണ് പിന്നെ അബ്ദുൽ ഖാദിർ ജീലാനിയായി മാറിയത്. ഞാൻ സൂചിപ്പിച്ചത് ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതത്തിൽ നിന്നാണ് കുട്ടികൾ ജീവിതം പഠിക്കുന്നത്. ആ പഠനം എങ്ങനെയുള്ള പഠനമായിരിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രിയ രക്ഷിതാക്കളെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ അള്ളാഹുവിൻ്റെ അമാനത്താണ്. അതായത് അള്ളാഹുവിൻ്റെ നിധികളാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയതായിട്ടുള്ള നിധികളാണ് എന്ന് നാം മനസ്സിലാക്കണം. അവരെ നന്നായി വളർത്തുക അതൊരു മഹത്തായിട്ടുള്ളതായ ഇബാദത്താണ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ചോദ്യം, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെക്കുറിച്ചിട്ടും നമ്മുടെ സമയത്തെക്കുറിച്ചിട്ടൊക്കെ ചോദ്യം ചെയ്യുന്നതാണ്.
ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ ഇന്ന് തീരുമാനിക്കണം നമ്മുടെ കുട്ടികൾ നാളത്തെ നല്ല മനുഷ്യരാകണം എന്നുള്ളത്. നമ്മൾ ഒരുമിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ, ഉസ്താദുമാരും അതുപോലെ രക്ഷിതാക്കളും ഒരുമിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവർ മികവിലും നമ്മുടെ മക്കൾ മികവിലും സ്വഭാവത്തിലും ഈമാനിലൊക്കെ ഉയരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠനത്തിൽ മികവ് തെളിയിക്കുന്ന നല്ല സ്വഭാവത്തിനുടമകളായിട്ടുള്ളതായ ഈമാനോട് കൂടി വളരുന്ന, ഈമാൻ്റെ ചിട്ടക്കൂട്ടിൽ വളരുന്നതായ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതായ മക്കളാക്കി നമ്മുടെ മക്കളെല്ലാവരെയും മാറ്റുമാറാകട്ടെ. അള്ളാഹു നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.